ബിഗ് ബോസ് തമിഴ് സീസൺ 8 12ാമത്തെ ആഴ്ച അവസാനിക്കാൻ പോകുകയാണ്. പ്രത്യേകിച്ച് ടാസ്കുകളും കാര്യങ്ങളും ഒന്നും ഈ ആഴ്ച ഉണ്ടായിരുന്നില്ല. ഫാമിലി വീക്ക് ആയിരുന്നു. ഫാമിലി വീക്കിൽ അത്യാവശ്യം വീട്ടുകാരും കാര്യങ്ങളും ഒക്കെ പറഞ്ഞ ഓരോ കണ്ടസ്റ്റൻസിന്റെ കുഴപ്പങ്ങളും കാര്യങ്ങളും അവരെല്ലാം പ്രശംസിച്ചുകൊണ്ടുള്ള ഒരു വീക്കും ഇനി വരാൻ പോകുന്ന ഫ്രണ്ട്സ് ഒക്കെ എൻ്റർ ചെയ്യാൻ പോകുന്നു ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക്. ഇതാണ് ഈ ഒരു വീക്ക് നടക്കാൻ പോകുന്നത്. എന്നാൽ ഈ ഒരു ആഴ്ച ആരാകും പുറത്തേക്ക് പോകുന്നത്, പ്രത്യേകിച്ച് കണ്ടന്റുകളൊന്നും കൊടുക്കാത്തത് കൊണ്ട് തന്നെ. അതുപോലെ തന്നെ 12 പേരിൽ 7 പേര് മാത്രമാണ് നോമിനേഷനിലുള്ളത്, 5 പേര് പുറത്താണ്. അതിൽ ലീഡിങ് വോട്ട് ലഭിക്കുന്ന കുറച്ച് പേര്, അതായത് നമ്മുടെ മുത്തു, സൗന്ദര്യയൊക്കെ പുറത്താണ്. അതായത് അവർ നിലവിൽ നോമിനേഷനിലില്ല. അപ്പൊ അവരുടെ ആ വോട്ടൊക്കെ എങ്ങോട്ട് പോകും ആർക്കും അറിയും. ദീപക് നോമിനേഷനിലില്ല, അപ്പൊ ഇവരുടെ അരുൺ നോമിനേഷനിലില്ല. അപ്പൊ ഇവരുടെ ഫാൻസിന്റെ വോട്ടൊക്കെ എങ്ങോട്ട് മറിയും എന്നതിനെ അടിസ്ഥാനമാക്കിയിരിക്കും ഈ ഒരാഴ്ച ആര് പുറത്തേക്ക് പോകുമെന്ന്. കാരണം നമ്മൾ പ്രതീക്ഷിക്കുന്ന പലരും പോകാതിരിക്കാനുള്ള സാധ്യതകളുണ്ട്. ചില എന്തെങ്കിലും ഒരു കഷ്ടിച്ചെങ്കിലും രക്ഷപ്പെടാൻ സാധ്യതയുള്ളവർ പുറത്തേക്ക് പോകാനുള്ള സാധ്യതയുമുണ്ട്. അതുപോലെ നമ്മുടെ റയാൻ പുറത്തേക്ക് പോകാൻ സാധ്യതയുള്ള ഒരു കണ്ടസ്റ്റന്റ് നോമിനേഷൻ ഫ്രീ പാസ് ഉള്ളത് കൊണ്ട് തന്നെ ഈ പ്രാവശ്യം എസ്കേപ്പ് ആയി നിൽക്കുന്നുണ്ട്. അപ്പം ആര് പുറത്തേക്ക് പോകുമെന്നതിനെ കുറിച്ച് ഈ ഒരാഴ്ച ഒരു പരിധി വരെ നമ്മുടെ മലയാളി കൂടിയായിട്ടുള്ള അൻഷിതയ്ക്കാണ് സാധ്യതകൾ കൂടുതലും കാണുന്നത്. ഡേഞ്ചറസ് സോൺ എന്ന് തന്നെ നമുക്ക് പറയാം. അപ്പൊ ഈ ഒരാഴ്ച നമ്മുടെ നോമിനേഷനിലുള്ള 7 പേരാണ്. ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജാക്ലിൻ, വിശാൽ, അൻഷിത, ജെഫ്രി, പവിത്ര, റാണവ്, മഞ്ചരി. അപ്പോൾ ഇവരൊക്കെയാണ് ഈ ഒരാഴ്ച നോമിനേഷനിൽ വന്നിരിക്കുന്നത്. അപ്പൊ ഇതിൽ നമ്മുടെ ജാക്കിലിനൊക്കെ അത്യാവശ്യം വോട്ട് കിട്ടുന്നുണ്ട്, റാണവിനും വോട്ട് കിട്ടുന്നുണ്ട്. PR വർക്കിന്റെ അടിസ്ഥാനത്തിലാണെന്ന് ഞാൻ കംപ്ലീറ്റ്ലി പറയും. എനിക്ക് തോന്നുന്നില്ല അതൊന്നും പ്യുവർ ആയിട്ടുള്ള ഓഡിയൻസിന്റെ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഗെയിമിന്റെ അടിസ്ഥാനത്തിൽ കിട്ടുന്ന വോട്ടുകളാണെന്നൊക്കെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. പ്രേക്ഷകർക്കൊക്കെ റാണവൊക്കെ അവിടെ എന്തിനു നിൽക്കുന്നു, പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല, കുറെ പൊട്ടത്തരങ്ങളൊക്കെ ചെയ്ത് അവിടെ വെറുതെ നിന്നുകൂടി എന്താ പറയുക, എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന കണ്ടസ്റ്റൻസിനും കൂടി അവസരങ്ങൾ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. PR വർക്ക് എന്ന് പറഞ്ഞ് കുറെ സംഭവങ്ങൾ സോഷ്യൽ മീഡിയയിൽ കാണിച്ചു കൂട്ടി പ്രേക്ഷകരെ ഇൻഫ്ലുവൻസ് ചെയ്ത് തെറ്റിദ്ധരിപ്പിച്ച് വോട്ട് ചെയ്തും PR വർക്കിന്റെ അടിസ്ഥാനത്തിൽ വോട്ട് ചെയ്തും പലരെ അവിടെ നിലനിർത്തിക്കൊണ്ട്. അപ്പം സൗന്ദര്യം ഉണ്ട് ആ കൂട്ടത്തിൽ. ഈ പ്രാവശ്യം നമ്മുടെ ലിസ്റ്റിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ ആ ഒരു പേര് ഇതിലേക്ക് എടുക്കുന്നില്ല. അത് റാണവ് അപ്പം ഈ ഒരു കാറ്റഗറിയിൽ വരുന്നു. അപ്പൊ റാണവും എന്തിനവിടെ ഇപ്പൊ ഫിസിക്കലിയും പ്രശ്നമുണ്ട്. അപ്പൊ ആ ഒരാളെയൊക്കെ പുറത്തേക്ക് ആക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റൊരു കണ്ടസ്റ്റൻസിന് അവിടെ വരാൻ സാധിക്കും. അടുത്ത ആഴ്ചയൊക്കെ TTF നടക്കുമാണ്, ടിക്കറ്റ് ടു ഫിനാലെ മത്സരങ്ങൾ നടക്കുകയാണ്. റാണവിനൊന്നും അതിനകത്തൊന്നും ഒന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ ബിഗ് ബോസ് എന്തിനാണ് അങ്ങനെ ഒരു കണ്ടസ്റ്റന്റിനെ അവിടെ കീപ്പ് ചെയ്യുന്നതെന്ന് ഒരു ഐഡിയ ഇല്ല. എന്തായാലും നമുക്ക് നോക്കാം. ഈ ഒരു വീക്കെൻഡിൽ റാണവിന്റെ ഫിസിക്കൽ കണ്ടീഷനൊക്കെ വെച്ച് ഒരു എവിക്ഷൻ റാണവിന് നടത്തുമോ എന്ന് നമുക്ക് നോക്കിക്കാണാം. എന്താണെന്നുണ്ടെങ്കിലും റാണവൊക്കെ ഒരു പരിധി വരെ വോട്ടിങ്ങിൽ അൺഒഫീഷ്യൽ വോട്ടുകളും കാര്യങ്ങളും നോക്കിക്കഴിയുമ്പോൾ റാണവിനൊക്കെ ഒരു പരിധി വരെ വോട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ജാക്കിലിന് വരുന്നുണ്ട്. BJ വിശാലിനും ഒഫീഷ്യലി അറിയാൻ സാധിച്ചു അത്യാവശ്യം വോട്ടുകളും കാര്യങ്ങളും വരുന്നുണ്ടെന്നാണ് അറിയുന്നത്. അതുപോലെ തന്നെ പവിത്രയൊക്കെ തുടക്കം മുതൽ ഇതുവരെയും ഒരു സേഫ് ഗെയിം മാത്രമാണ് കളിക്കുന്നത്, അല്ലാണ്ട് ഇറങ്ങി കളിക്കുന്നതോ മുൻനിരയിൽ വന്ന് ആരോടെങ്കിലും സംസാരിക്കുന്നതോ ഒന്നുമില്ല. ചെറിയ കണ്ടന്റുകൾ ഉണ്ടാക്കാനും അതുപോലെ തന്നെ കുറച്ച് സെന്റിമെന്റൽ അപ്രോച്ച് ഒക്കെ നടത്തി കണ്ടന്റുകൾ ഉണ്ടാക്കാൻ നോക്കുന്നു എന്നുള്ളതല്ലാതെ ഒരു എന്താ പറയുന്നത് ഫുൾ ത്രോട്ടിൽ മുന്നിലേക്ക് ഇറങ്ങി വന്ന് കളിക്കുന്ന ഒരു ഗെയിമറാണെന്നൊന്നും പറയാൻ സാധിക്കത്തില്ല പവിത്ര. പക്ഷേ വോട്ടിങ്ങിൽ അൺഒഫീഷ്യൽ ബോർഡുകളൊക്കെ നോക്കി കഴിയുമ്പോൾ ഒരു പരിധി വരെയും വോട്ടിങ്ങിൽ ഓക്കെയാണ്. പിന്നെ വരുന്നത് മഞ്ചരി, ജെഫ്രി, അതുപോലെ തന്നെ അൻഷിത. ഇവരൊക്കെ ഒരു പരിധി വരെയും ഡേഞ്ചറസ് സോണിൽ തന്നെയാണ്, ഏറ്റവും പുറകിൽ തന്നെയാണ് നിൽക്കുന്നത് വോട്ടിന്റെ അടിസ്ഥാനത്തിൽ. മലയാളി കൂടിയായ അൻഷിതയ്ക്കാണ് നിലവിൽ വോട്ടിങ്ങിൽ ഏറ്റവും പുറകിൽ നിൽക്കുന്നത്. എടുത്തു പറയാൻ കാരണം അവിടെ നല്ല രീതിയിലുള്ള ഒരു പൊളിറ്റിക്സ് അല്ലെങ്കിൽ പാർഷ്യാലിറ്റി നടക്കുന്നുണ്ട്. അൻഷിതയൊക്കെ ഒരു മികച്ച പ്ലെയർ ആണെന്നോ ഒന്നും അവകാശപ്പെടുന്നില്ല, അല്ലെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഗെയിം ചെയ്യുന്നു, മികച്ച രീതിയിൽ നിൽക്കുന്നു എന്നൊന്നും പറയുന്നില്ല. ഇപ്പൊ കുറച്ച് വീക്കായിട്ട് കുഴപ്പമില്ലാത്ത രീതിയിൽ മുൻനിരയിലേക്ക് വരുന്നുണ്ട്, മികച്ച ഒരു പെർഫോമൻസ് ഒക്കെ നടത്തുന്നുണ്ട്. എന്നിരുന്നാൽ പോലും ഒരു 100% എന്ന് പറയാൻ സാധിക്കുന്നില്ല. എബോവ് ആവറേജ് എന്ന് മാത്രമേ പറയാൻ സാധിക്കത്തുള്ളൂ. ബട്ട് ഒരു മലയാളി കൂടി ആയതുകൊണ്ട് തന്നെ ഞാൻ അതിൽ എടുത്തു പറയുന്നു. ഭയങ്കര പൊളിറ്റിക്സും അതുപോലെ തന്നെ പാർഷ്യാലിറ്റിയും അതിനുള്ളിൽ നടക്കുന്നുണ്ട്. അതുകൊണ്ട് മലയാളികളായിട്ടുള്ള ഓഡിയൻസ് ഒക്കെ വോട്ട് ചെയ്യാൻ ശ്രമിക്കുക. പറ്റുമെങ്കിൽ ഈ ഒരാഴ്ച കൂടി കടന്നുകൂടട്ടെ. ഒരു TTF മത്സരങ്ങളൊക്കെ കളിച്ച് അതിൽ നിന്ന് പുറത്താകുകയാണെന്നുണ്ടെങ്കിൽ, ആ ഒരാഴ്ച പുറത്താകുകയാണെന്നുണ്ടെങ്കിൽ പുറത്താവട്ടെ. കാരണം നല്ല രീതിയിൽ PR വർക്കിന്റെ അടിസ്ഥാനത്തിലാണ് മറ്റു പല കണ്ടസ്റ്റൻസും, ഒന്നും ചെയ്യാതെ നിൽക്കുന്ന പല കണ്ടസ്റ്റൻസും ഈ ഒരു സീസൺ
സീസണിൽ അവിടെ നിൽക്കുന്നത്. അപ്പൊ അവരെയൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അൻഷിതയൊക്കെ ഈ വരുന്ന ആഴ്ച കൂടെ നിൽക്കാനൊക്കെ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും യോഗ്യതയുണ്ട്. അപ്പൊ നിങ്ങളും കൂടെ നോക്കി പറ്റുന്നവരൊക്കെ വോട്ട് ചെയ്യുക. അത്രയൊക്കെ നമുക്കും പറയാൻ സാധിക്കത്തുള്ളൂ. കാരണം എനിക്ക് ഇതിൽ കൂടുതലൊന്നും ഈ ഒരു ചാനലിൽ ഇതേപ്പറ്റി പറയാൻ സാധിക്കത്തില്ല. അധികം ഓഡിയൻസോ ഒന്നും ഈ ഒരു ചാനലിൽ ഇല്ല. അപ്പൊ മറ്റുള്ള കണ്ടന്റുകൾ ഇടുന്ന ചാനലിൽ ഇത് നമുക്ക് പറയാനും സാധിക്കത്തില്ല. അപ്പം ആരെങ്കിലും ഒക്കെ കാണുന്നുണ്ട്, മലയാളി ഓഡിയൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് പറ്റുന്ന പോലെയൊക്കെ സപ്പോർട്ട് ചെയ്യുക. എത്താൻ പറ്റുമെങ്കിൽ കയറി പോകാൻ പറ്റുമെങ്കിൽ കയറി പോവട്ടെ. നമ്മൾ PR വർക്കിന്റെ അടിസ്ഥാനത്തിൽ മാത്രം നിൽക്കുന്നവരെ അവിടെ നിലനിർത്തിയാൽ പോരല്ലോ. അപ്പം ഈ ഒരാഴ്ചത്തെ സാധ്യതാ ലിസ്റ്റിൽ വരുന്നവരും അല്ലെങ്കിൽ ഡേഞ്ചറസ് സോണിൽ നിൽക്കുന്നതിൽ ഏറ്റവും കൂടുതൽ പുറത്തേക്ക് പോകാൻ സാധ്യതയുള്ള ഒരാളാണ് അൻഷിത. പിന്നീട് വരുന്നത് മഞ്ചരി, ജെഫ്രി. ഇവരിൽ ഒരാളാരെങ്കിലും ആയിരിക്കും. ബാക്കിയുള്ളതൊക്കെ ബിഗ് ബോസിന്റെ സൈഡിൽ നിന്ന് നമുക്ക് അറിയാൻ സാധിക്കത്തുള്ളൂ. റാണവിനെ ഈ ഒരു ഫിസിക്കൽ കണ്ടീഷന്റെ പേരിൽ പുറത്തേക്ക് മാറ്റുമോ? അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു കണ്ടസ്റ്റന്റും കൂടെ വരും. എന്തായാലും നമുക്ക് നോക്കാം. ഇതാണ് ഈ ഒരാഴ്ചത്തെ നോമിനേഷനിൽ പുറത്തേക്ക് പോകാൻ സാധ്യതയുള്ളവരും ഏറ്റവും കൂടുതൽ ലീസ്റ്റ് വോട്ടിങ്ങിൽ നിൽക്കുന്ന കണ്ടസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.